Hello and welcome back to our channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നല്ലോ, അതെന്തേ? പിന്നെ വേണ്ടത് കുറച്ച് റോസ് വാട്ടർ ആണ്. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ് വെച്ചിട്ടുണ്ട്. ട്രൈ ചെയ്യുക, 2 മാസം ട്രൈ ചെയ്ത് നോക്കും. നിങ്ങളുടെ ഓപ്പൺ പോർസ് റെഡ്യൂസ് ആവണം, നിങ്ങൾക്ക് വിസിബിളി കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ റെമഡി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഹലോ, എല്ലാവരും എന്തെടുക്കണോ? നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു DIY വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് നമ്മളുടെ ഓപ്പൺ പോർസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള 2 റെമഡീസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഓപ്പൺ പോർസ് റെഡ്യൂസ് ചെയ്യാനുള്ള റെമഡി, ഈ ഓപ്പൺ പോർസ് എങ്ങനെ റെഡ്യൂസ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ട് ഒത്തിരി നിങ്ങൾ കമൻസ് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെമഡി ആയിട്ട് വന്നത്. നിങ്ങളുടെ കമൻസ് ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം. നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ത് വീഡിയോ കാണാൻ താല്പര്യമുണ്ടോ, അതല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ടുള്ള റെമഡീസ് ഉണ്ട് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് വായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഐഡിയ ടോപ്പിക്കാണ് ഈ പോർസ് റെഡ്യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ള സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള 2 ഈസി ആയിട്ടുള്ള റെമഡീസ് ആണ് കേട്ടോ എന്ന് കാണിക്കണേ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ റെമഡിക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്, മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ആലം സ്റ്റോൺ ആണ്. ഇത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ബ്യൂട്ടി സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതല്ലെങ്കിൽ ഈ സൈഡിൽ കാണുന്ന ഇവിടെയാണ് ഈ ഷോപ്പിംഗ് കാർട്ടിലോ കൊടുത്തേക്കാം. ഇത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ്. ഈ സ്റ്റോൺ നമ്മളുടെ സ്കിന്നിൻ്റെ പോഴ്സിനെ ഒന്ന് ടൈറ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മളുടെ ടിഷ്യൂസിനൊന്ന് കോൺട്രാക്റ്റ് ആക്കാൻ, അതുപോലെ ഒരു ടൈറ്റനിങ് എഫക്റ്റ്, ആ പോഴ്സിനെ ഒന്ന് ഷ്രിങ്ക് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ള ഒരു സ്റ്റോൺ ആണിത്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു കല്ലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ആമസോണിൽ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളിപ്പോൾ മഞ്ഞളിടുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ DIYs ഒക്കെ പരീക്ഷിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉരയ്ക്കാൻ വേണ്ടി നമ്മളല്ലാതെ ഈ മിക്സിയിലിട്ട് ഇങ്ങനത്തെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് എന്താ പറ്ററിയോ, അത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവും. അപ്പോൾ അങ്ങനെ ചൂടാവാണ്ടിരിക്കാനാണ് നമ്മളിങ്ങനെ അമ്മിക്കല്ലിലിട്ട് അരച്ചെടുക്കണം. ഇപ്പം അമ്മിക്കല്ലൊന്നും അരയില്ലല്ലോ, ഉണ്ടെങ്കിൽ തന്നെ അത് ഭയങ്കര വലിയതല്ല. ഇതാകുമ്പോൾ കുഞ്ഞിതാ, നമുക്ക് മുഖത്തിടാൻ മാത്രമുള്ള കുഞ്ഞു സംഗതികളൊക്കെ നമുക്ക് അതിനകത്ത് ഇങ്ങനെ അരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്താണ് ഞാൻ ഈ ഒരു സ്റ്റോൺ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പോഴേക്കും അതിങ്ങനെ ഒന്ന് മെൽട്ടായി വരും. എന്നിട്ട് അതിലോട്ട് ഒരു ഡ്രോപ്പ് ഓഫ് ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഹണി നല്ലൊരു ഹൈഡ്രേറ്റിങ്ങും അതുപോലെ സൂത്തനിങ് ഉള്ള ഒരു ആൻറ്റി ബാക്ടീരിയൽ ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ആലം സ്റ്റോണിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതിലോട്ട് ഒരു 1 ഡ്രോപ്പ് ഇല്ലെങ്കിൽ 2 ഡ്രോപ്പ് ഓഫ് റോസ് വാട്ടർ ആഡ് ചെയ്യും. അപ്പോൾ ഇത് തമ്മിൽ മിക്സ് ആവാനും ഡൈല്യൂട്ട് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ആലം സ്റ്റോൺ തന്നെ ഇത്രയും നമ്മൾ ഉരച്ചെടുക്കുമ്പോൾ അത്രയും ക്വാണ്ടിറ്റി വരില്ലേ, അത് ഡയറക്റ്റ്ലി ഇടുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ റോസ് വാട്ടറും ഹണിയൊക്കെ വെച്ച് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തത്. എന്നിട്ട് ഈ ഡൈല്യൂട്ട് ആക്കിയിട്ടുള്ള സാധനം നിങ്ങൾക്ക് എവിടെയാണോ ഓപ്പൺ പോർസ് ഉള്ളത് ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെയാണ് ഉള്ളത്, അപ്പോൾ ആ ഒരു ഭാഗത്താണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കണത്. എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് ഇതൊന്നും നമുക്കിങ്ങനെ അറിയാൻ പറ്റും കേട്ടോ, ഒന്ന് ഡ്രൈ ആയി വരണ പോലെ. അങ്ങനെ ആയി വരുമ്പോഴേക്കും നോർമൽ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഞാനൊരു സാധനം മെൻഷൻ ചെയ്യാനായിട്ട് മറന്നുപോയിട്ടോ. നിങ്ങളുടെ കയ്യിൽ നയാസിനമൈഡിൻ്റെ ടോണറോ അതല്ലെങ്കിൽ നയാസിനമൈഡിൻ്റെ സിറോ ഉണ്ടെങ്കിൽ ഇതും നമ്മുടെ പോഴ്സ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടതാണ് പ്ലമ്മിൻ്റെ നയാസിനമൈഡ് ടോണർ. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഷോപ്പിംഗ് കാർട്ടിൽ കൊടുത്തേക്കാവേ. അത് സൂപ്പർ യൂസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇങ്ങനെ ഈ അരയ്ക്കാനും മിക്സ് ചെയ്യാനോ ഒന്നും ഇഷ്ടമില്ലാത്ത ആളുകളാണ്, പെട്ടെന്ന് ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നയാസിനമൈഡിൻ്റെ ടോണർ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ ഉരച്ചപ്പോൾ ആ കല്ലും കൂടിയിട്ട് അതിനകത്തായി. അതാട്ടോ ഞങ്ങൾ തൊട്ട് നോക്കുമ്പോൾ കല്ലുണ്ടോയെന്നാണ് ഞാൻ കയ്യിലോട്ട് നോക്കുന്നത്. എന്നിട്ട് മോയ്സ്ചറൈസർ മസ്റ്റാണ്, കാരണം ആലം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഡ്രൈ ആവും നമ്മളുടെ ഫേസ്. അപ്പോൾ അത് ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മറ്റേ
മോയ്സ്ചറൈസർ ഇടുക, നന്നായിട്ട് ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് വീക്ക്ലി 2 തവണ നിങ്ങൾ ചെയ്താൽ മതി, ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യേണ്ട. എന്തും നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് എടുത്തിട്ട് യൂസ് ആക്കരുത്. അപ്പോൾ അതുകൊണ്ടിട്ട് വീക്ക്ലി ആദ്യമേ വൺസ് ട്രൈ ചെയ്യുക, എന്നിട്ട് ട്വൈസ് വരെ മതി കേട്ടോ. എല്ലാം ഡെയിലി ബേസിസിൽ ഓൾട്ടർനേറ്റീവിൽ ആക്കണ്ട, വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ വൺസ് ട്രൈ ചെയ്യുക. 2 മാസം ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഓപ്പൺ പോർസ് റെഡ്യൂസ് ആവണം, നിങ്ങൾക്ക് വിസിബിളി കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ റെമഡി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി രണ്ടാമത്തെ റെമഡി വന്നിട്ട് ഇതിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് മുൾട്ടാണി മിട്ടിയാണ്. നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് മുൾട്ടാണി മിട്ടി. ഈ മുൾട്ടാണി മിട്ടി നമുക്ക് ഒരു ഓയിൽ കൺട്രോൾ ആക്കാനും അതുപോലെ തന്നെ നമ്മളുടെ പോഴ്സിനെ ഒന്ന് ടൈറ്റൻ ആക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു മുൾട്ടാണി മിട്ടി. ഇത് 1 സ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂൺ, 1 സ്പൂണൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ എല്ലാവർക്കും കൊണ്ട് നടന്ന് ഇട്ട് കൊടുക്കാൻ മാത്രമുള്ളതുണ്ടാവും. അപ്പോൾ ഒരു 1/2 സ്പൂൺ എടുക്കുക. എന്നിട്ട് അതിലോട്ട് നിങ്ങൾ ആപ്പിൾ സൈഡർ വിനെഗർ മിക്സ് ചെയ്യുക. ഈ ആപ്പിൾ സൈഡർ വിനെഗർ കുറച്ചൊരു അസിഡിക് നേച്ചറിലുള്ളത് കൊണ്ട് ഇത് നമ്മളുടെ സ്കിന്നിനെ പോഴ്സിൻ്റെ അകത്ത് നിന്ന് ഡീപ്ലി ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൻ്റെ pH ബാലൻസ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് മദറുള്ള ആപ്പിൾ സൈഡർ വിനെഗർ തന്നെ എടുക്കണം കേട്ടോ, അല്ലാത്ത എടുക്കരുത്. അതായത് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു പൊട്ടമണം ഉണ്ടാവും, അങ്ങനത്തെ അത് എടുക്കുക. എന്നിട്ട് നല്ലോണം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ എവിടെയാണോ നിങ്ങൾക്ക് ഉള്ളത് അവിടെ അപ്ലൈ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഫേസ് ഫുൾ ഇടണമെന്നുണ്ടെങ്കിൽ ഇത് ഫേസ് ഫുള്ളായിട്ട് ഇടാം കേട്ടോ. ഞാൻ ഫേസ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു പോലത്തെ എഫക്റ്റ് നമ്മളുടെ സ്കിന്നിൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾ ഈ എപ്പോഴും സ്പോട്ടായിട്ട് ചെയ്യുന്ന കേട്ടോ നല്ലത്. നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്യൂസ് ഉള്ളത് ആ ഇഷ്യൂസിൻ്റെ മേലെ ട്രീറ്റ് ആക്കുന്നതാണ് ഓൾവേസ് ബെറ്റർ. ഞാൻ പക്ഷേ മുഖം ഫുൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പോൾ നല്ലോണം ടാൻ ആയിട്ടിരിക്കുകയാണ്, ഇപ്പോഴും ടാൻ പോയിട്ടില്ല. അപ്പോൾ ടാൻ ഒന്ന് കളയണമെന്ന് ഞാൻ വിചാരിക്കേണ്ടത് നമുക്കൊരു ഗ്ലോ അപ്പ് റൂട്ടീൻ പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്പോട്ടായിട്ട് എവിടെയാണോ നിങ്ങൾക്ക് പോഴ്സ് ഉള്ളത് ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവണ വരെ വെക്കരുത്. ഒരു സെമി ഡ്രൈ ആവുന്ന ടൈമിൽ അത് വെള്ളം ഒഴിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഈ മുൾട്ടാണി മിട്ടിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ബെറ്റനോയിഡ് ക്ലേ ഇല്ല, അത് യൂസ് ചെയ്യാം കേട്ടോ. അത് നമ്മളുടെ പോഴ്സ് നല്ലോണം റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർക്കോളിൻ്റെ മാസ്ക്, ഈ ചാർക്കോൾ പൗഡർ കിട്ടില്ലേ, ചാർക്കോളും ഇതേപോലെ തന്നെ നമ്മുടെ പോഴ്സിനെ ഒന്ന് ഡീപ്ലി ക്ലീൻ ചെയ്യുക. അതായത് പോഴ്സിനെ ഫുള്ള് ഒന്ന് എന്തെങ്കിലും ക്ലോഗ് ആയിട്ട് ഇരിപ്പുണ്ട് അതൊക്കെ മാറ്റിയിട്ട് ഒന്ന് ടൈറ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഇതിനകത്ത് ആപ്പിൾ സൈഡർ വിനെഗർ മസ്റ്റാണ് കേട്ടോ, അതെന്തായാലും യൂസ് ചെയ്യണം. ബാക്കിയുള്ളത് മാറ്റിയിട്ടുണ്ടെങ്കിലും ആപ്പിൾ സൈഡർ വിനെഗർ മാറ്റരുത്, അത് തന്നെ യൂസ് ആക്കണം. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് മാത്രം ട്രൈ ചെയ്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ 2 റെമഡീസ് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ്. ഒന്ന് ട്രൈ ചെയ്യണതിന് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. പിന്നെ ആദ്യമേ പാച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. ഇത് 2 നിങ്ങൾ ആദ്യമേ പാച്ച് ടെസ്റ്റ് ചെയ്യുക. ഇറിറ്റേഷൻ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കുറേ നേരത്തേക്ക് ഇടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ആ ഒരു റെഡ് കളർ അല്ലല്ലോ, ഇപ്പോൾ റെഡാണോ? ഓക്കെ, സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫാമിലി മെമ്പറായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ഇത് കാണുന്നവരെ ബൈ.